ഹർഷ, രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുലിന് വീണ്ടും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? ആദ്യത്തെ കേസിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഈ പറയുന്നത് പോലെ വീണ്ടും ജാമ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും, പുതിയ കേസാണോ എന്നുള്ളത്. അല്ല, ആദ്യം ഉണ്ടായിരുന്ന കേസിൽ ഈ പറയുന്ന അറസ്റ്റ് തടയിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ കൃത്യമായ ഉപാധികളോട് കൂടി തന്നെയാണ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് 3 ദിവസം രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതുപോലെ തന്നെ കേരളം വിട്ടുപോകാൻ പാടില്ല, പാസ്പോർട്ട് സമർപ്പിക്കണം. രാഹുലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കസ്റ്റഡിയിലുള്ളതായി കണക്കാക്കി ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന പക്ഷം 1 ലക്ഷം രൂപയുടെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. എല്ലാ 2ാം ശനിയാഴ്ചയും രാവിലെ 10-നും 11-നും ഇടയിൽ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും അതിജീവിതയെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ രാഹുലിനെ സ്വതന്ത്രനാണോ എന്ന് ചോദിച്ചാൽ സ്വതന്ത്രനാണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെയാണ് ഇപ്പോൾ രാഹുലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിന്റെ രാശി വളരെ നല്ലതാണ്. 3 കേസിലും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതായത് 3 കേസിലും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്ന് പറയേണ്ടി വരും. 3ാമത്തെ കേസിൽ നമ്മൾ കണ്ടിരുന്നു രാഹുലിന് ജയിലിൽ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത്, അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിരുന്നിടത്ത് രാഹുൽ കൃത്യമായി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇവിടെ രാഹുലിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം കൃത്യമായി ആ സംസാരിക്കുന്ന ശൈലി ജനങ്ങൾ ശരിക്കും ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്ന ഒരു കാര്യം, ഇത്രയും നാളായിട്ടും ഈ പറയുന്ന പെൺകുട്ടികൾക്കെതിരെ ഒരു വാക്ക് പോലും രാഹുൽ പറയുന്നില്ല. അത് രാഹുലിന്റെ നല്ല മനസ്സല്ലേ? ഈ പരാതിക്കാരിയായ പെൺകുട്ടികളോട് ഒരു രീതിയിലും മോശമായ ഒരു വാക്ക് പോലും പറയാത്തത് രാഹുലിന് അത്രയും വലിയൊരു മഹാമനസ്കതയാണ്, പെൺകുട്ടികളോടുള്ള സ്നേഹമാണ് എന്ന്. ഒന്നിലധികം പെൺകുട്ടികളോട് ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്നത് രാഹുലിന്റെ കഴിവ്, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതുപോലെ ചിലർ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഇടുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അത് ആരുടെയാണെന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് ഒരു ലേഡിയുടെ പോസ്റ്റാണ്. അവർ പറയുന്ന ഒരു കാര്യം, ഇത്രയും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ രാഹുലിന്റെ അടുത്തേക്ക് വന്നില്ലേ, എന്നിട്ട് എല്ലാവരും രാഹുലിനെയാണ് കുറ്റം പറയുന്നത്. ഈ പെൺകുട്ടികളെ കുറ്റം പറയാത്ത എന്താ? ഒരാളോ 2ആളോ ആണ്, എല്ലാ പെണ്ണുങ്ങളും എന്തിനാ രാഹുലിന്റെ പുറകെ പോകുന്നത് എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്? ഈ പറയുന്ന ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഒരു MLA ആണ്. അതെ, MLA ആയതുകൊണ്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അവിടെ തനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനം അത് ദുരുപയോഗം ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അത് ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു. ഇതാണ് രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആയുധം അല്ലെങ്കിൽ ഒരു ആരോപണം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടം എങ്ങനെയായിരുന്നു കേരളത്തിൽ നിന്ന് വളരെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കുറച്ച് നാളുമായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണെങ്കിലും പരിശോധിച്ചു കഴിഞ്ഞാൽ പഴയ ഒരു പ്രൈം ടൈമിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തളർന്നിട്ടില്ല എന്നുള്ളൊരു സന്ദേശം ജനങ്ങളുടെ ഇടയിലേക്ക് പലപ്പോഴും രാഹുൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശൈല ടീച്ചർക്കെതിരെയിട്ടൊരു പോസ്റ്റിൽ രാഹുൽ പോയെങ്കിലും അതൊരു തിരിച്ചുവരവിനായിട്ട് രാഹുലിന് കഴിയുന്നുണ്ട്. അപ്പോൾ CPM-കാരാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത്. പക്ഷേ അത് ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ജനങ്ങളെ അല്ല രാഹുൽ ബോധ്യപ്പെടുത്തുന്നത്, താൻ തിരിച്ചുവരവ് നടത്തുമെന്ന് ബോധ്യപ്പെടുന്നത് കൃത്യമായി CPM-നെയും കോൺഗ്രസിനെയും ആണെന്ന് തോന്നുന്നു. സ്വന്തം പാർട്ടിയെയും അതുപോലെ CPM-നെയും ഈ പറയുന്നത് പോലെ ഞാൻ തിരിച്ചു വരും, നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെയൊന്നും ഒതുങ്ങുന്നൊരു ടൈപ്പ് അല്ല എന്ന് അദ്ദേഹം കൃത്യമായി വീണ്ടും വീണ്ടും എടുത്ത് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയും ഈ പല കോൺഗ്രസ് നേതാക്കന്മാരെയും അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. കൃത്യമായി CPM-നെ പ്രതികൂലിച്ചുകൊണ്ട് CPM-നെതിരെയുള്ള ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. രാഹുലിന്റെ പോസ്റ്റുകൾക്കെല്ലാം കൃത്യമായ റീച്ചും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുലിന് റീച്ച് ഉണ്ടായതുകൊണ്ടാണല്ലോ രാഹുലിനെ ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകളുള്ളതും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം ആളുകളുള്ളതും. അത് രാഹുലിന്റെ റീച്ചാണ്. ആ റീച്ച് കിട്ടിയത് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാനൽ ചർച്ചകളിലേക്ക് പോയി സംസാരിക്കാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സംസാര ശൈലി കൊണ്ടും ആരെയും അടിച്ചിരുത്തുന്ന ഒരു ഭാഷാ ശൈലി കൊണ്ടും അദ്ദേഹം കൃത്യമായിട്ട് അവിടെ ഒരു സ്ഥാനം നേടി. ചാനൽ ചർച്ചകളിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. അതിനുശേഷം പുറത്ത് തെരുവിലേക്ക് ഇറങ്ങിയാണെങ്കിലും കോർണർ മീറ്റിങ്ങുകളിലാണെങ്കിലും പാർട്ടി പരിപാടികളിലാണെങ്കിലും രാഹുലിൻ്റെ ആശയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നിലപാടുകൾ, ആ സംസാര ശൈലി കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത് കട്ട് ചെയ്തെടുത്ത് സ്റ്റാറ്റസ് ഇടാനും പ്രചരിപ്പിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെയുള്ള പ്രതികരണങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് രാഹുൽ ഒരു നേതാവായിട്ട് മാറുന്നത്. പക്ഷെ അവിടെ രാഹുൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ തന്നെയായിരുന്നു.
ഒരു സ്ത്രീയല്ല, ഒന്നിൽ കൂടുതൽ സ്ത്രീകൾക്ക് രാഹുൽ ഒരേ സമയം മെസ്സേജ് അയക്കുകയും അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ട് ആരോപണങ്ങളും കേസുകളും നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, തീർച്ചയായിട്ടും. രാഹുലിന് പലപ്പോഴും അത് ഒഴിവാക്കി വിടാമായിരുന്നു. ഇപ്പോൾ MLA ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം ഒഴിവാക്കി വിടാമായിരുന്നു രാഹുലിന്. കാരണം ഒരു അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നതാണ്. രാഹുലിന് അറിയാം ഏത് സമയമാണെങ്കിലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാവും. ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഇത്രയും നാളും മാനസികമായി സംഘർഷം നേരിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തേണ്ടതായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. പാലക്കാട് MLA ആയിട്ട് വരുന്നു, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രിയായിട്ട്, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും ഒരു മന്ത്രിയായിട്ട് വരേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. പക്ഷേ അതെല്ലാം അസ്ഥാനത്തായി എന്നൊരു യാഥാർത്ഥ്യമാണ്. പെട്ടെന്നുള്ള വളർച്ച, പെട്ടെന്നുള്ള താഴ്ച. അതെ, രാഹുലിന്റെ വളർച്ചയിൽ CPM-നേക്കാൾ കൂടുതലെങ്കിലും CPM-നോടൊപ്പം തന്നെ ഭയം കോൺഗ്രസിലെ ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. രാഹുലിന്റെ ഒരു വളർച്ച അങ്ങനെയായിരുന്നു. ഇത്രയും വർഷമായി പാർട്ടിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും തങ്ങൾക്ക് കിട്ടാത്തൊരു പരിഗണന, തങ്ങൾക്ക് കിട്ടാത്ത നേതാക്കന്മാരുടെ ഒരു സ്നേഹം രാഹുലിന് ലഭിച്ചിരുന്നു. ജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നു. ഷാഫിയെ പോലും പിന്തള്ളിക്കൊണ്ട്, ഷാഫിയേക്കാൾ എത്രയോ മടങ്ങ് ഈ പറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രാഹുൽ അവിടെ വിജയിച്ചത്. പാലക്കാട് നമുക്കറിയാം. നേതാക്കന്മാരുടെ പിന്തുണ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചില നേതാക്കന്മാരെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ ആളുകളെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ തള്ളിക്കളയാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. ഇപ്പോൾ ഷാഫി പറമ്പല്ലേ, ഏത് നേതാവ് വിചാരിച്ചു കഴിഞ്ഞാലും തള്ളിക്കളയാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. കാരണം അദ്ദേഹത്തെ ജനങ്ങൾ അത്രയേറെ ഏറ്റെടുത്തിട്ടുണ്ട്. ജനങ്ങൾ അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ജനങ്ങൾ ഷാഫി പറമ്പിന് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഇത് കണ്ടില്ല എന്ന് നടിച്ച് വേറെ ഏതെങ്കിലും നേതാവ് പോവുകയാണെങ്കിൽ അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ കിട്ടുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഇവരെ ചേർത്ത് നിർത്തിയേ വഴിയുള്ളൂ. ഇവർക്ക് വേണ്ടുന്ന പരിഗണനകൾ കൊടുക്കുക. ഇവരെന്തെങ്കിലും വാഗൊണ്ട് മുഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വിനയായി വരും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു രണ്ടാം നിരയുണ്ട്, ശക്തമായിട്ടുള്ള രണ്ടാം നിരയാണ്. അതാണ് കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും രണ്ടാം നിരയിലെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. അവിടെ നിന്നും രാഹുൽ ആരുമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. ഇനിയുള്ള കേസുകൾ രാഹുലിന് നിർണായകമാണ്. ഇനിയും ഇതിൽ കൂടുതൽ കേസുകൾ രാഹുലിന്റെ പേരിലേക്ക് വരികയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയായിരിക്കും. അതെ, ഇപ്പോൾ തന്നെ രാഹുലിനെതിരെ കേസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. രാഹുൽ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ തന്നെ 3 കേസുകളും വന്നത് അങ്ങനെയായിരുന്നു. ആദ്യം ഒരു കേസ് വരുന്നു, അതിൽ നിന്ന് ഊരിപ്പോരുന്നു, പിന്നീട് രക്ഷപ്പെടാനുള്ള ഏതൊരു കേസിലുണ്ടെങ്കിലും രാഹുൽ അതിനുള്ള പഴുതുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലും ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ തൻ്റെ പുരുഷനെ ചതിച്ചിട്ടാണ് ഈ സ്ത്രീകളെല്ലാം വന്നിട്ടുള്ളത് എന്നത് മറ്റൊരു കാര്യമാണ്. അവർ ഡൈവോഴ്സ് നേടിയോ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളല്ല. അവിടെ രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നുള്ള വാദമിനി നിലനിൽക്കില്ല എന്നുണ്ടായതുകൊണ്ട് രാഹുലിന് അവിടെ കുറച്ച് സേഫ് സോണിലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ധാർമ്മികതയാണ് ഏറ്റവും വലിയ പ്രശ്നം.